നമ്പർ 12. വളരെ രസകരമായ ഒരു ആട് ഒരു ഭീകര ജീവിയാണ്. ഓക്കെ, ആട് ബേസ് വേഴ്സിൽ കരയേണ്ടി വരും മിക്കോ. ആട് ചവിട്ടിക്കാൻ കൊണ്ടാണ് മൂരിയുടെ മാതിരി നീ ഇവിടെ കിടന്ന് ചിമിട്ടുണ്ടായിരുന്നടാ. മൂളിക്കിട്ട മേരി സനൂപ് പുതിയ ഒരുപാട് കളക്ഷനുമായി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പിഷാരടി ആട്? ആട് ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം ഇതിപ്പോ ജഡ്ജ് ചെയ്യാൻ മനുഷ്യനല്ലേ പറ്റുള്ളൂ, ആട് ഇത് ജഡ്ജ് ചെയ്യുന്നില്ലല്ലോ. ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഗംഭീരമായിരുന്നു. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആടിനെ അല്ല, അത് ആടിനെ ചെയ്യണമെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്തെ മിമിക്രി തുടങ്ങണം. എന്നാ പട്ടി പൂച്ച ആടിലൊക്കെയാണ് തുടങ്ങുന്നത്. ഇത് ഡിഗ്രി കഴിഞ്ഞ് മിമിക്രി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആടിനെ തൊടാൻ പറ്റില്ല. അതാണ് പുള്ളിക്ക് ചെറുതായിട്ട് പറ്റിയത്. ഈ ആടിന്റെ ശബ്ദം മാത്രമല്ല, ഇതിന് ഈ ആടിന് വേറെ പ്രത്യേകതയുണ്ട്. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാലേ കാണുള്ളൂ. ആട് തുമ്മും. മനുഷ്യൻ തുമ്മുന്ന പോലെ ജലദോഷമല്ല, ബോറടിച്ചാൽ തുമ്മും ആട്. ഈ ആട് തുമ്മുന്നതും മനുഷ്യൻ തുമ്മുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് മനുഷ്യൻ തുമ്മുക എന്ന് പറഞ്ഞാൽ ആദ്യം തുമ്മാൻ വരും, എന്നിട്ട് തുമ്മും. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ. എന്നിട്ട് ഇതിന് നമ്മളൊരു അപ്പൊ ആദ്യം തുമ്മാൻ വന്നു, എന്നിട്ട് തുമ്മി. പക്ഷെ ആടിന് അങ്ങനെയല്ല. ആട് ആദ്യം തുമ്മും, തുമ്മിയിട്ട് തുമ്മാൻ വരും. അങ്ങനെയാണ് ആടിന്. ഇപ്പൊ ആട് പുല്ലൊക്കെ തിന്നു വെറുതെ തുമ്മും. അത് കഴിഞ്ഞിട്ട് തുമ്മാൻ വരുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ആടിന്. എന്നെ നിരീക്ഷിച്ചോളൂ. ഓക്കെ, നമുക്ക് മനേഷിലോട്ട് ഇടാം. മനേഷിന്റെ നമ്പർ 7. Let's open number 7. ഒയ്യോ, ഇരുത്തിക്കൊടുത്ത പണിയായി പോയല്ലോ. അയ്യോ, ആ കിണ്ടി എടുത്തുണ്ടോ? കിണ്ടിയോ? കിണ്ടി 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 കത്തി താഴെയിടറാ. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിടറാ. കിണ്ടി കിണ്ടി വീണ്ടും കിണ്ടി. 3 കിണ്ടിയാണ്. 3 കിണ്ടി വരെ വന്നിട്ടുണ്ട്. ഓക്കെ, വിപിൻ നമ്പർ 1. Let's open number 1. KB ഗണേഷ് കുമാർ. പക്ഷേ മനേഷിന്റെ ലിസ്റ്റിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിലില്ല. പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ വിപിൻ? ട്രൈ. കൊട്ടാരക്കര ഗണപതി ഉണ്ണിച്ചേട്ടൻ വല്ലതും പറഞ്ഞോ? രാഘവ, നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. പക്ഷെ അത്ര അങ്ങോട്ട് പക്ഷെ എന്തായാലും യഥാർത്ഥ ഗണേഷ് കുമാർ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞല്ലേ? അതെ, നോക്കാം മനേഷ്. പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ KB ഗണേഷ് കുമാർ എനിക്ക് തുറന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ 19ാമത്തെ വയസ്സിൽ സിനിമയിൽ പോയവനാ. എനിക്കിവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം അറിയാം. ഞാൻ KSRTC വകുപ്പ് മന്ത്രിയായിട്ട് 6 മാസമായിരുന്നു. കട്ടപ്പുറത്തിരുന്ന എല്ലാ ബസ്സുകളും ഞാൻ വോൾവോ ബസ്സുകളാക്കി നിരത്തിലിറക്കി. ഇല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ഏതാ ഗംഭീരമായിരുന്നു പറഞ്ഞാല്, നമ്മൾ ഒരാളുടെ സിനിമയിലെ ഡയലോഗ് നമ്മൾ അനുകരിക്കുമ്പോൾ ആ നടൻ ഒരു ക്യാരക്ടർ ആയതിനാണ് അനുകരിക്കുന്നത്. അതിന് പൊടിക്ക് എളുപ്പം കൂടുതലാണ്. ഇത് പുള്ളി ചെയ്ത ഒരു ക്യാരക്ടറിനല്ല അനുകരിച്ചിരിക്കുന്നത്, പുള്ളിനെ നേരിട്ടാണ് അനുകരിച്ചിരിക്കുന്നുള്ള ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ഗംഭീരമായിരുന്നു. നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ആ ട്രെൻഡും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോ മനീഷിന് തന്നെയാണ് അടുത്ത നമ്പർ. മനീഷ് നമ്പർ 4. Let's open number 4. விஜய், இளைய தளபதி விஜய். ஓகே, கிளடிங்களா? யாரு கிளடிங்க? ஆமா, நான் சொல்லி பார்க்கும் போது யாருவ வந்து நிக்குதான் தோணுது. அடடடடடா, விபின் லாஸ்ட் நம்பர். Number 5. Let's open number 5. ലിസ്റ്റിലുള്ള ഒരാളെ അങ്ങനെ കിട്ടി പുള്ളിക്ക്. ഓ, കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലോ. അവിടെ പറയുന്ന കാര്യങ്ങള് ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം. ഒരു KSRTC ബസ്സിൽ കണ്ടക്ടർ പറ്റിയത് ഡ്രൈവറാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണത് നീ, അതൊക്കെ ബുക്കഡാണ്. വേണുമാശം മോണത്, വേണുമാശം കൈക്കൊക്കെ ബണ്ണാണ്. എന്താണ് കാരണം? നീ പൊട്ടാണ് നീ. ഗംഭീരമായിരുന്നു കേട്ടോ. അടിപൊളി. വിപിന്റെ ലാസ്റ്റ് നമ്പർ. സോറി, മനേഷിന്റെ ലാസ്റ്റ് നമ്പർ. നമ്പർ 10. Let's open number 10. അത് ഇവിടെ കിട്ടേണ്ട സാധനമാണ്. അമ്മയായിരുന്നു മേഴ്സി, ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ പെങ്ങളായിരുന്നു മേഴ്സി, എന്റെ എല്ലാമായിരുന്നു മേഴ്സി, എന്റെ എല്ലാമായിരുന്നു.
അത് ചെറിയൊരു തെറ്റ് നിങ്ങളുടെ ചാനലിന്റെ ഭാഗത്തുനിന്നുണ്ട്. നിങ്ങൾ അവിടെ ഉമ്മൻചാണ്ടിയുടെ പടം കാണിച്ചാൽ മതിയായിരുന്നു.